ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തി 36 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ 15 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ തിയേറ്ററുകളിലേക്ക് എത്തി. സിനിമ മൂന്നാമത്തെ ആഴ്ച പിന്നിടാൻ പോകുമ്പോൾ ഇപ്പോൾ സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് പുറത്തു വരികയാണ്. ഇതിനു മുമ്പ് ഒരാളും ഈ സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് ഒന്നും ചെയ്തിരുന്നില്ല. ഏകദേശം നമ്മളുടെ കണക്കുകൾ പ്രകാരം 1,40,00,000 രൂപ വരെയൊക്കെ സിനിമ എത്തിയതായി നമ്മൾ കരുതിയെങ്കിൽ ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് അതിന് മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. എന്തായാലും അണിയറ പ്രവർത്തകരൊന്നും ഇതിൻ്റെ കളക്ഷനും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് കേരള കളക്ഷൻ മാത്രമായിട്ട് 1,06,00,000 രൂപ എന്നുള്ളതാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10,00,000 രൂപ എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം 10,00,000 രൂപയല്ല, 20,00,000 രൂപയ്ക്ക് മുകളിലാണ് അവിടെ നിന്ന് വന്നതായിട്ടുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകവും ഒക്കെ നല്ല ലെവലിലുള്ള തിരക്ക് ഈ സിനിമയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യ 2 ആഴ്ചകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്നത് 37,00,000 രൂപയോളം എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ബാക്കി റിപ്പോർട്ടുകളൊന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും $43,000 എത്തി എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയുന്നത്. അങ്ങനെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം സിനിമ 1,53,00,000 രൂപ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിനേക്കാൾ താഴെയാണ് മിക്കവാറും ട്രാക്കേഴ്സ് കളക്ഷൻ വരുന്നെങ്കിൽ ഇക്കുറി നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ പറയുന്നതിനേക്കാൾ മുകളിലുള്ള ഒരു കണക്കിലേക്ക് ട്രാക്കേഴ്സ് എത്തിയിരിക്കുന്നത്. അതായത് ശരിക്കും ഒരു കളക്ഷൻ 1,75,00,000 രൂപയ്ക്കൊക്കെ മുകളിൽ എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ 2 കോടിക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 13,00,000 രൂപയോളം നേടി എന്നുള്ളതാണ്. കാരണം മികച്ച ഒരു ഡിമാൻഡ് തന്നെയായിരുന്നു സിനിമയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. കർണാടകം, പ്രത്യേകിച്ച് ബാംഗ്ലൂർ മേഖലയിൽ നിന്നും 10,00,000 രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ നേടി എന്നുള്ളത്. അതേപോലെ ബോംബെ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ആദ്യ ആഴ്ച മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ്, ഏകദേശം 10-11 ഷോകൾ വെച്ചിട്ട് തന്നെയായിരുന്നു ആദ്യ ആഴ്ച ഓടിക്കൊണ്ട് ഇരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ട്രാക്കേഴ്സിൻ്റെ കളക്ഷൻ വരുമ്പോൾ 1,53,00,000 രൂപയാണ്. എന്തായാലും ഈ സിനിമ ഇറങ്ങിയ ദിവസം 1,750 രൂപ മൊത്തം കളക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സഹോദരനെ അറിയാതെ ഓർത്തു പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കണക്ക് ഇപ്പോൾ ഈ സിനിമ കുതിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയ്ക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ ഗംഭീരമാണ്. പക്ഷേ അണിയറയിൽ നിന്ന് നൽകുന്ന ആ ഒരു പിന്തുണ അത്രത്തോളം പോരാ. ഇന്നും നമ്മുടെ കമൻറ്റ് ബോക്സുകൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ സിനിമ കാണാൻ ഇന്നും ആളുണ്ട്. ഇപ്പോഴും കേരളത്തിൽ ഏകദേശം 10 അല്ലെങ്കിൽ 10 മൊത്തം 36 തിയേറ്ററുകളിൽ നമുക്കുണ്ടെന്നറിയാം. അതിനകത്തിൽ 53 ഷോകളാണ് കളിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ ശനി ഞായർ ദിനങ്ങളിലും സിനിമ ഹൗസ്ഫുൾ തന്നെയായിരുന്നു. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കായി. ഗ്രേറ്റ് മീഡിയാസ്.